എന്തോന്ന് വെച്ചത് തിന്നിട്ട് കൈ കഴുകിയില്ലേ? എന്നിട്ട് കൈയൊക്കെ കഴുകി മൈലാഞ്ചിയാ. നന്നായിട്ടുണ്ട്. വിരലൊന്നും ഇല്ലല്ലോ പാറുവേ. തിന്നാണ് ഇതൊക്കെ. ചേച്ചിയുടെ ഭർത്താവുണ്ടല്ലോ, കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഭയങ്കര വലിയ കിടിലായിരുന്നു, വലിയ ഗുണ്ടായിരുന്നു. അല്ലേ? 8 മടിയുടെയൊക്കെ ആയിട്ട് നടന്ന പുള്ളിയാണെന്ന്. ആമ്പിള്ളേരാകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ചേച്ചി അളയനെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആൾക്കാര്. കോളേജിൽ പഠിക്കുമ്പോഴല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്താ ചേച്ചി ഞാൻ ഈ പറഞ്ഞിട്ടൊന്നും ചേച്ചിക്കൊരു എക്സ്പ്രഷൻ ചേഞ്ച് ഇല്ലാത്ത? നിനക്ക് എന്താടാ, നീ മണ്ടറാണ് അവൻ പറയുന്നൊക്കെ വിശ്വസിക്കാൻ? അതോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അളിയന്റെ തലക്കിട്ട് കൊട്ടിട്ടുണ്ടെന്ന് പിള്ളേര്. അങ്ങനെ പറഞ്ഞോ? അളിയാ ഞാൻ അളിയെ കിടിലാണെന്നാണ് പറഞ്ഞത്. എവള് മാറ്റി പറയണ് കുരിപ്പ്. പെയിന്റിന്റെ മണം, ക്യൂടെക്സിന്റെ മണം. പുതിയ നെയിൽ പോളിഷ് ആണെങ്കിൽ തൊട്ടോരുത്. അത് തന്നെ, നമ്മളെന്തായാലും കയ്യിലോ മുഖത്തോ വല്ലതും തേച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് താന്ന് പറയും. ഞങ്ങളിപ്പോ തരത്തില്ല. എന്തോന്നടേ, ഒരു നെയിൽ പോളിഷ് ഒന്ന് നോക്കാൻ തരുമോന്നേ ചോദിച്ചോളൂ. ഇത്ര ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. മക്കൾക്ക് ഈ വക സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിട്ടേ മാസാമാസം ചിക്കിളി തരുന്നില്ലേ? ആ കാശും കൊണ്ട് അങ്ങ് മേടിച്ചാ മതി. എന്തോ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കണേ? പിന്നെ അല്ലാണ്ട് കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്കും എന്റെ നെയിൽ പോളിഷ്, എന്റെ ലിപ്സ്റ്റിക്, എന്റെ ഷാമ്പു, എന്റെ ബോഡി ലോഷൻ ഇതൊക്കെ അടിച്ചോണ്ട് പോയില്ലേ? ഇതൊന്നും ഞാൻ കൊണ്ട് തിന്നൊന്നും ഇല്ല. ചെന്നൈ ഇരിപ്പുണ്ട്, ഇവിടെ കൊണ്ട് തരാൻ ഇങ്ങോട്ടേക്ക്. ആ സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ. മക്കൾക്ക് ഇത് ഉപയോഗിക്കണ്ട, മക്കൾ അത് തന്നെ ഉപയോഗിച്ചാൽ മതി. അയ്യോ, അല്ലെങ്കിൽ തന്നെ ആർക്ക് കളയാനുള്ള സാധനങ്ങള് എന്തെങ്കിലും ഒന്ന് എടുത്താ മതി, പിന്നെ മനസ്സമാധാനം തരൂല. ഇതിന് ജാടയാണ് ചേച്ചി. ഇച്ചിരി ജാട കൂടുതലാ. ഇനി ഇവിടെ നിന്നാലേ ശരിയാവത്തില്ല. എന്തൊരു മോശ സ്വഭാവമാണ് ചേച്ചി. കുഴപ്പമില്ല. എന്ത് സ്വഭാവമാണളിയാ ചേച്ചിയാ. എന്റെ വിധി. കുറ്റം പറയാൻ പറ്റില്ലല്ലോ, ഒരു ചേച്ചി തന്നെ കേട്ടാ ചേച്ചി. ചില സമയം ചേച്ചി. എന്താണ് മൂഡൌട്ടാണോ? കലിപ്പിലായിരുന്നല്ലോ നേരത്തെ. ഓ, ഞാൻ കലിപ്പിട്ടത് മാത്രമേ കണ്ടുള്ളൂ, അവള് കലിപ്പിട്ടൊന്നും കണ്ടില്ലല്ലേ? അപ്പോ അല്ലെങ്കിൽ അങ്ങനെയല്ലേ വരത്തുള്ളൂ. ഞാനാണോ ഈ വീട്ടിലെ മെയിൻ പ്രശ്നക്കാരി? ഈ കാര്യത്തിൽ നീ തന്നെയാണ് മെയിൻ പ്രശ്നക്കാരി. പക്ഷെ എന്നാലും ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ശിവാനിയുടെ അടുത്ത് അങ്ങനെ ഒന്നും പറയണ്ടായിരുന്നു. എങ്ങനെ പറയണ്ടായിരുന്നു? ഞാൻ ആ ക്യൂടെക്സ് കൊടുക്കണായിരുന്നു എന്നാണ് നീ പറഞ്ഞു വരണേ? എന്റെ സിദ്ധു അവിടെ ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല, എല്ലാം മേടിച്ച് അവിടെ പൂഴ്ച വെക്കുന്നതുകൊണ്ടാണ്. ഞാൻ ഒന്നും പറയുന്നില്ല, നീ എന്താന്ന് വെച്ചാൽ കാണിക്കും. എന്താ ലച്ചു? ഒന്നുമില്ല. ഒന്നുമില്ലാഞ്ഞിട്ടാണ് അവൻ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയെ. അവൻ പറയാ അവനെ ഞാനായിട്ടുള്ള ബന്ധത്തിന് താല്പര്യമില്ലെന്ന്. എങ്ങനെ താല്പര്യം കാണിക്കും? ഇതല്ലേ പ്രകൃതം. ഓ, ഇനിയിപ്പോ ബാക്കി അമ്മൂമ്മയുടെ വകയായിരിക്കും അല്ലേ? അയ്യോ, ഞാനൊന്നും പറയാൻ വരുന്നില്ലേ, എന്നെ വിട്ടേക്ക്. അമ്മ, அந்த மத்தங்க நம்ம என்ன செய்யலாமா? അതെ, അതെടുത്ത് അപ്പുറത്തെ പറമ്പിലോട്ട് എറിയും. சரி அம்மா. நீ இதோட போவா? அப்புறത്തെ പറമ്പിல தூக்கி வீசறதுக்கு. എന്റെ കൊച്ചേ, என்னம்மா தூக்கி வீச வேண்டாமா? அப்படினா உடைச்சு கறி வைக்கட்டா? ഉടച്ചോ ഉടയ്ക്കാതോ എങ്ങനെയാന്ന് വെച്ചാ കറി വെക്ക്. അമ്മൂമ്മ, ചില ആൾക്കാരെ കുറച്ച് പരാതിയും പറഞ്ഞോണ്ട് വരും. അതൊന്നും കേൾക്കാൻ ചെവി കൊടുക്കല്ലേ. ഞാനെന്താ പരാതിപ്പെട്ടിയോ ചെവി കൊടുക്കാൻ? നീ സിദ്ധുവായിട്ട് എന്തെങ്കിലും വഴക്കിട്ടോ? അമ്മമ്മ, സിദ്ധോളനായിട്ട് ഒരു വഴക്കുമില്ല. ശിവചേച്ചി ലച്ചേച്ചി തമ്മിൽ ചെറിയൊരു വഴക്ക്. അത് പറ. അയ്യോ, എന്നാ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ അങ്ങ് പോവാ. നീ അമ്മൂമ്മ പോവല്ല. അമ്മൂമ്മ കാര്യം അമ്മൂമ്മ ഇവിടെ അറിഞ്ഞിട്ട് പോയാ മതി. എന്റെ പൊന്നു മോളെ, നിങ്ങൾ തമ്മിലുള്ളത് നിങ്ങൾ തമ്മിൽ തീർത്തോളുക. ഇനി ഞാൻ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞ ഒരാളുടെ പക്ഷം ചേർന്നു എന്നും പറഞ്ഞുകൊണ്ട് എന്റെ മെക്കിട്ട് കയറാൻ വരും. എന്നെ വെറുതെ വിട്ടേ. മാറി உங்களுக்குள்ள என்ன பிரச்சனை? ഞാൻ പറഞ്ഞുതരാം. നീ പറയണ്ട.
ഞാൻ പറഞ്ഞുതരാം, നടക്കാൻ. അയ്യോ ആന്റി, ഉള്ള കള്ളം മുഴുവൻ പറഞ്ഞു തരും. അതൊന്നും കേട്ട് വിശ്വസിക്കല്ലേ. അയ്യോ, ഇയാള് പറയുന്ന മൊത്തം വെള്ളം തൊടാതെ അങ്ങ് വിശ്വസിക്കാമല്ലോ. അരി നടക്കാൻറ്റി, നടക്ക്. ശിവചേച്ചി, ഇപ്പല്ലേ ചേച്ചിയുടെ മൂഡ് ശരിയല്ല. മൂഡ് ശരിയാവുമ്പോ ചേച്ചിക്ക് വേണ്ട എല്ലാം എടുത്തേ. അയ്യോ, മാഡത്തിന്റെ ഉപദേശത്തിന് ഭയങ്കര നന്ദി കേട്ടോ. ഓ പോടി, ചേച്ചിയുടെ സൈഡ് മുന്നോട്ട് വന്നേക്കും. ശിവ, എന്തേ ഇന്ന് മക്കളുടെ ദിവസമല്ല. വോട്ട് വിട്ടേക്ക്, ചെറിയ ചീള് കേസാണ്, വിട്ടേക്കണ. അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ? കാര്യം ചേച്ചിക്കാണ്. ഇതൊന്നും വെച്ചോണ്ട് ഇത്ര അഹങ്കാരം കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരു ക്യൂട്ടക്സോഷ്യനല്ലേ ഇത്ര കൊടുക്കുന്നുണ്ട് ഞാൻ. ഇതിനുള്ളത് കൊടുത്തിട്ടേ ശിവ ഇവിടുന്ന് പോവത്തുള്ളൂ. അത്രയൊക്കെ വേണോ ശിവ? വിട്ടുടി. അത്രയൊക്കെ വേണം. നീ ഒന്നും കണ്ടിട്ടും ഇല്ല, കേട്ടിട്ടും ഇല്ല, അറിഞ്ഞിട്ടും ഇല്ല. ഇനി ഇവിടെ പലതും നടക്കും. തീപ്പൊരി മാറും. വാ തുറന്ന ഒന്നും കണ്ടില്ലേ? ചേച്ചിയാണ് പോലും ചേച്ചി. എന്റെ പേരിൽ ഇത്ര നേരം അഹങ്കാരം കാണിച്ചുകൊണ്ടിരുന്നു. തരുന്നുണ്ട് മോളെ. ഓ, പുതിയ ഫൗണ്ടേഷൻ എടുത്തേക്കാം. അല്ലെങ്കിൽ വേണ്ട, കവർ തപ്പിയാണ്.
കയറി കിടക്കുന്നു. വേറെ എന്തോ ഒരു സ്ഥലം വീട്ടിൽ. എന്താ ആലോചിക്കണേ? ഞാനിപ്പോ ചെന്നൈന്നൊക്കെ വന്നിട്ട് കുറച്ചു ദിവസം ആയല്ലോ. അതൊക്കെ ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. എന്താ തിരിച്ചു പോണോ ചെന്നൈക്ക്? ഞാനൊരു 5-6 ദിവസം. കാര്യങ്ങളൊക്കെ ഉഷാറല്ലേ? എന്തോന്ന് ഉഷാറിയ. രാവിലെ നേരം വെളുക്കുന്നു, അപ്പൊ നമ്മൾ എണീക്കുന്നു, കുറച്ചു കഴിയുമ്പോ രാത്രി ആവുന്നു, കിടന്നുറങ്ങുന്നു. അങ്ങനെ ഒരു പോക്കാന്നേ. ദിവസമൊക്കെ എന്ത് പെട്ടെന്നല്ലേ പോണേ. ഒരു ചേഞ്ച് ഇല്ലല്ലേ? ശരിയാണ്. ഞാനാണെങ്കിൽ എത്രയും വേഗം ചെന്നൈത്തെ കോഴ്സ് നിർത്തിട്ട് നാട്ടിലോട്ട് വരാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നിൽക്കുക. അവിടെ മടുത്ത്. ഇവിടെ വന്നിട്ട് ഓഫീസൊക്കെ ഇട്ടിട്ട് വേണം ഒന്ന് ഇവിടെ കിടന്ന് വലസാൻ. ആ ഓഫീസ് ഇടുന്നതിനൊക്കെ മുമ്പേ എക്സ്പീരിയൻസ് എടുക്കാൻ നോക്ക്. എന്നിട്ടും മതി ഓഫീസൊക്കെ. എന്തായാലും ചെന്നൈ വേണ്ട, എക്സ്പീരിയൻസ് സെറ്റ് ആക്കാം. ഇവിടെ മതിയപ്പോ നാട്ടിൽ തന്നെ. ആന്നേ, അമ്മയുടെ ഫുഡൊക്കെ കഴിച്ച് അടിച്ചു പൊളിച്ചങ്ങ് നീക്കാ. ചേച്ചി കിടക്കുന്നു, ഞാൻ വിളിക്കാം. ചേച്ചി വേണ്ട, വിളിക്കണ്ട. എന്ത് എന്ത് കാര്യം? എന്ത്? അതെ, പിറവത്തു മാങ്കോട്ടത്തെ കല്യാണമാ. അയ്യോ, കല്യാണക്കാരില്ലേ? അപ്പൊ എന്തായാലും ചേച്ചി അറിയണം. ചേച്ചി ഇങ്ങോട്ട്. ഞാനൊന്ന് പറയട്ടെ. പറഞ്ഞു വരുമ്പോ നമ്മുടെ ബന്ധുക്കളാ, അപ്പൊ പോണം. അയ്യോ, അടുത്ത കുടുംബക്കാരാണോ? എന്നാ എന്തായാലും ചേച്ചി അറിയണം. ചേച്ചി എന്ത് വകയാണൊക്കെ സമയക്കൂലേ? എന്താ? അമ്മൂമ്മ കല്യാണക്കാര്യം പറയുന്നു. നീയല്ല പറഞ്ഞു നിനക്ക് ജോലിയൊക്കെ കിട്ടിയിട്ട് കല്യാണം മതിയെന്ന്. ഓ, കെട്ടാൻ മുട്ടിക്കുക. എനിക്കിപ്പോ തൽക്കാലം കെട്ടാൻ മുട്ടിക്കുക. ഇരി ഇവിടെ. അല്ലേ മാറിയിരിക്കളിയാ. എന്താ ഈ പിള്ളേരോട് കാര്യമായിട്ടൊരു കാര്യം പറയാൻ സമ്മതിക്കത്തില്ലല്ലോ. സമ്മതിക്കാലോ, പറയാമ്പോ കാര്യമായിട്ട് കാര്യം. ചേച്ചി ഏതോ മാന്തോട്ടത്തിലെ കല്യാണത്തിന് പോകണം. കല്യാണത്തിന് പോണെങ്കിൽ പൊക്കോ. അതിന് എന്റെ പെർമിഷൻ എന്തിനാ? അതല്ല കൊച്ചേ, പറഞ്ഞു വരുമ്പോ നമ്മള് ബന്ധുക്കളാ. ഞാൻ മാത്രമായിട്ട് പോയാൽ എങ്ങനെയാ? ഒറ്റയ്ക്ക് പോകണ്ട, ഇവിടുന്ന് ആരെങ്കിലും വിളിച്ചോണ്ട് പൊക്കോ. ആരെ? ഇവിടെ കൊറേ പേരുണ്ടല്ലോ, ആരെങ്കിലും വിളിച്ചോണ്ട് പോവാം. ഇവിടുന്ന് ആരെ വിളിച്ചോണ്ട് പോവാനെ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവരും ഒരുമിച്ച് പോകാം. അതെന്തായാലും വേണം. തന്നെയല്ല, സിദ്ധുവിനെ എവിടെ ആരും കണ്ടിട്ടില്ലല്ലോ. എന്നെ തന്നെ കണ്ടിട്ടില്ല, പിന്നെയാണ് ഇവനെ. പിന്നെ പോന്നതൊക്കെ കൊള്ളാം. അവിടെ ചെല്ലുമ്പോഴേ സിദ്ധുവിനെ എടാ പോടാ വാടാ എന്നൊന്നും വിളിച്ചേക്കരുത്, ചേട്ടാന്ന് വിളിക്കണം. അയ്യേ, എന്തോന്ന് അയ്യേന്ന്? ഇവനെ ചേട്ടാന്ന് ആ വിളിക്കണം. ചേട്ടാന്ന് വിളിക്കണം. നിന്നെ ചേട്ടാന്ന് വിളിക്കണോ? ഇടയ്ക്കൊക്കെ റെസ്പെക്ട് ആവാം. എവിടെ പോകുന്നു? ആ ദേ ഇരിക്കുന്ന കല്യാണരാമൻ. കേശുവേ, അമ്മൂമ്മനെയും കൂട്ടി എങ്ങോട്ടാന്ന് വെച്ചാ പോയിട്ടോ? പോയേക്കാം. ഇവനെയും കൊണ്ടോ? കൊച്ചു പിള്ളേരൊന്നും കല്യാണത്തിന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇത് മുതിർന്നവർ അറ്റൻഡ് ചെയ്യേണ്ട കല്യാണം. എന്നാ പറഞ്ഞ കാര്യം ചളിയങ്ങ് ചെല്ലി. കല്യാണത്തിന് പോയാ പോരെ? ഒരു ലോറി വിളിച്ച് എല്ലാവർക്കും കൂടെ പോവാ. ലോറി വിളിച്ചോ? പിന്നെ ഇത്രയും പേരെ പോണ്ടേ? കുറ്റം പറയാൻ പറ്റില്ല, ലോറി തന്നെ വിളിക്കേണ്ടി വരും. പിന്നില്ലേ? ഇങ്ങനെ പറയണ്ടോ? ഒന്നുമില്ല, പോയാ മതി, കല്യാണത്തിന് പോയാ മതി. കൊണ്ടുപോവാന്ന്. ചേടാ ഇത് കഷ്ടമല്ലോ. കല്യാണത്തിന് പോകാൻ വേണ്ടിയൊക്കെ തല്ലി. മാന്തോട്ടത്തിലെ കല്യാണം അല്ലേ? ഞാൻ എന്തായാലും മാങ്കോട്ടത്തെ എവിടെങ്കിലും ആവട്ടെ, കല്യാണം അല്ലേ? ഞാൻ ഉണ്ടെങ്കിൽ ഞാനും വരാം കേട്ടോ. ഇതേ കൂടുതൽ എന്ത് വേണം? ദേ ശിവ വരുന്നുണ്ട്, കേശു വരുന്നുണ്ട്. ഇനിയിപ്പോ കനകാന്റിനെ വിളിച്ചു കഴിഞ്ഞാൽ കനകാന്റിയും വരും. കനകം എന്തായാലും എന്റെ കൂടെ വരുമല്ലോ. എവിടെ പോകുന്ന കാര്യമാണോ സംസാരിക്കുന്നേ? കല്യാണത്തിന് പോകുന്ന കാര്യം. കല്യാണത്തിനാണോ പോന്നേ? എങ്കിൽ എനിക്ക് പുതിയ ഡ്രസ്സ് വേണം കേട്ടോ. അപ്പൊ പിന്നെ നിങ്ങൾ എന്താന്ന് വെച്ചാ തീരുമാനിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഞാൻ അവിടെ എങ്ങോട്ടെങ്കിലും കാണും. ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരാട്ടോ. ആയിക്കോട്ടെ. ശരി. അളിയാ ആ ഡ്രസ്. എടുക്കടാ, നിനക്കുള്ള ഡ്രസ്സല്ലേ? എടുക്കാം. എല്ലാവർക്കും ഡ്രസ് എടുത്തു തരാം കേട്ടോ. അപ്പൊ ഓക്കെ. ഓക്കെ അല്ലെ അങ്ങനെ എടുക്കുവാണെങ്കിൽ എനിക്കൊരു ജുബ്ബുപ്പാ.
അമ്മൂമ്മ എനിക്ക് ഡ്രസ്. മക്കളെ, അമ്മൂമ്മയ്ക്ക് അടുക്കളയിലെ ഒരുപാട് പണി കിടപ്പുണ്ട്. പണി ഒന്നും തീർന്നിട്ടില്ല. അമ്മൂമ്മ ഇപ്പൊ വരാവേ. അമ്മമ്മ ഞാനും വരാം. അമ്മമ്മ കുറെ പണി ചെയ്യാനുണ്ടാവും, എനിക്കറിയാം. ചേട്ടാ വാടി ഡ്രസ്. പൊടി 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 ഫുള്ള് പൊടി. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. കണ്ടോ, പിന്നെയും സാധനങ്ങൾ മിസ്സായി. എനിക്ക് ഉറപ്പാ ഇവിടെയുള്ള ആരെങ്കിലും ഒക്കെ തന്നെയായിരിക്കും അടിച്ചു മാറ്റിട്ടുണ്ടാവുള്ളൂ. എല്ലാ സാധനങ്ങളും പോയല്ലോ ഈശ്വര. സാധനവും കാണാനില്ല. സത്യം പറഞ്ഞോ, എന്റെ മേക്കപ്പ് സാധനങ്ങൾ അവിടെ? അതിനകത്ത് പകുതി മുക്ക സാധനങ്ങളും ഇല്ല. അത് എനിക്കെങ്ങനെ അറിയാം? നീ അല്ലാടെ എടുത്തത്? ഞാനൊന്നുമല്ല. ശേഷം മര്യാദക്ക് സത്യം പറഞ്ഞോ. എന്തോ കാര്യം എന്തുവാ? എന്റെ മേക്കപ്പ് സാധനങ്ങളൊന്നും കാണാനില്ല. അതിന് ഇവന്റെ കാര്യത്തിൽ കയറി പിടിക്കുന്നേ? എനിക്കറിയൂ. കേശേ, ഞാൻ കുറെ നേരം കൊണ്ട് ശ്രദ്ധിക്കാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങളായിട്ട് എന്നെ മിസ്സായിക്കൊണ്ടിരിക്കുക. നീ എടുത്തു കാണൂലെന്ന് എനിക്കറിയാം, പക്ഷെ ഇതിന്റെ പുറകിലത്തെ ചുവന്ന കരങ്ങൾ നിന്റെ ആയിരിക്കും. എന്റെ അല്ല. പിന്നെ ആരുടെ? വിളിക്കടാ. അവളുടെ കഴുത്തൊട്ടും വിളിക്കടാ. ശിവ ചേച്ചി ഒന്ന് ഫ്രണ്ടിൽ കയറിക്കോ പ്ലീസ്. അയ്യാത്തോണ്ടാ. ഓക്കെ അല്ലേ? ഇവിടെ വാ. മര്യാദക്ക് ഇവിടെ വന്നോ. ഞാൻ അങ്ങോട്ട് വരണോ അതോ നീ ഇങ്ങോട്ട് വരുവോ? ഞാൻ അങ്ങോട്ട് വരാം. ചേച്ചി എന്തിനാ വെറുതെ നടന്നൊക്കെ ബുദ്ധിമുട്ടണല്ലേ? എന്ത് പറ്റി ചേച്ചി? എന്റെ അമ്മേ, സത്യം പറഞ്ഞു എന്റെ മേക്കപ്പ് സാധനങ്ങൾ അവിടെ? വിടലച്ചു. സത്യം പറ, എന്റെ മേക്കപ്പ് സാധനങ്ങൾ അവിടെ? അറിയില്ലെന്നാ? നീ എടുക്കോളൂന്ന് എനിക്കറിയാം, അതുകൊണ്ട് മര്യാദക്ക് സത്യം പറഞ്ഞോ. എടുത്തിട്ട് വാ. കഴിഞ്ഞല്ലേ? ദാ ചേച്ചി. എല്ലാം കറക്റ്റ് ആയിട്ടില്ലേ? എന്തോ ഇത് ഇതുകൊണ്ടാണ് മേക്കപ്പ് ചെയ്യുന്നേ? ചേച്ചി സത്യമായിട്ട് ഞാൻ എടുത്തതൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ടായി. അയ്യോ സത്യമായിട്ട് കളിക്കരുത്, സത്യം പറഞ്ഞു. ഞാനെടുത്തൊരു ഫൗണ്ടേഷൻ, ലിപ്സ്റ്റിക്, നെയിൽ പോളിഷ്, ബ്ലഷ് അതിനകത്തുണ്ടായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ, സത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ചേച്ചി എന്റെ കൊല്ലം കേശു താടാ എടുത്തിട്ട് താടാ ഇറങ്ങി പോടാ. മേക്കപ്പ് സാധനം കിട്ടില്ലെങ്കിൽ ഇവിടെ അലമ്പാവും കേട്ടാ. കേശു എടുത്തിട്ടുണ്ടെങ്കിൽ താടാ. വിളിക്കണ എന്തിനാണ്? ഞാൻ ഒന്നും എടുത്തിട്ടില്ല. എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ ആവശ്യമില്ലാത്ത പ്രശ്നത്തെ എന്റെ അങ്ങനെ നോക്കണേ. അമ്മച്ചാ ഞാൻ എടുത്തിട്ടില്ല. ദേഹത്തൊല്ലം കൈവയ്ക്കാനാണ് പ്ലാനെങ്കിൽ ഞാൻ നോക്കിക്കോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ അത്? പാറു
പാറുവാണെന്ന് മനസ്സിലായി. പക്ഷെ പാറുവിന്റെ പാറോല കിടക്കണം. എടാ കൊച്ചവിടെ കിടന്ന് ഉറങ്ങട്ടാ. കൊച്ചുറങ്ങിയായിരുന്നെങ്കിൽ ഈ സമയത്ത് ചാടി ജയിച്ച് വന്നേനെ. പക്ഷെ ഇത് ഉറങ്ങിയല്ലേ. അവൾ ഉറങ്ങിയിട്ടൊന്നും ഇല്ല. ഞാൻ ആ റൂമിലിരുന്നപ്പോഴത്തേ അവള് ചാടി വന്ന് ഇങ്ങനെ കിടപ്പം കിടന്ന്. ചേച്ചിയുടെ മേക്കപ്പ് സെറ്റ് ഇല്ലേ? ആരോ മക്കളെ, എന്റെ പൊന്നുമോളെ കിടന്ന് അടങ്ങണക്ക്. എണീക്കടാ എണീക്കടാ എണീക്ക്. കൈ കയറില്ലല്ലോ. കനയാൻറ്റി കനയാൻറ്റി എപ്പോഴാ മധുരന്ന് വന്നേ? അപ്പായിക്ക് സുഖമാണോ? ചേട്ടാ ചേട്ടൻ ഇന്ന് കോളേജിൽ പോയില്ലേ? ഇല്ല മക്കളെ, അമ്മ അടച്ചു പൂട്ടിയത്. ആണോ? ചേച്ചി എപ്പോഴാ കുഴിപ്പള്ളത്തുനിന്ന് വന്നേ? ഭാഗ്യം. എപ്പോഴാ പിറന്നേന്ന് ചോദിച്ചിട്ടുണ്ട്. കല്യാണം സുഖമാണോ? ശിവചേച്ചി എന്നാ ചെന്നൈന്ന് വന്നേ? ഇപ്പൊ വന്ന് കേറിയുള്ളൂ മക്കളെ. ആണോ? സിദ്ധളിയ? ആ, ഞാൻ ദുബായിൽ വന്നിട്ട് 3-4 മാസമായി. ആണോ? മക്കൾ ഉറങ്ങുമായിരുന്നോ? അങ്ങ് ഉറങ്ങിപ്പോയി. നമുക്ക് മനസ്സിലായി കേട്ടോ. ഇനി ബാക്കി കാര്യം പറ. എന്തോന്ന് കാര്യം? മക്കളുടെ പ്രകടനം കഴിഞ്ഞെങ്കില് എന്റെ മേക്കപ്പ് സാധനങ്ങൾ എടുത്തതാ. മേക്കപ്പ് സാധന ഞാനൊന്നും എടുത്തിട്ടില്ല. സത്യം പറഞ്ഞോ? എവിടെ ലിപ്സ്റ്റിക്കും സാധനങ്ങളൊക്കെ? ഞാനൊന്നും എടുത്തിട്ടില്ല എന്നല്ലേ പറഞ്ഞേ. കൊച്ചെ കളിക്കടാ നീ. എന്റെ ജീവൻ നിൽക്കുന്നത് നിന്റെ കയ്യിലാണ്. മക്കൾ എടുത്തേക്ക് തിരിച്ചു കൊടുക്കടാ പ്ലീസറാ. ചക്കരയിലടാ, കൊടുക്കടാ. ചേച്ചിയല്ല എടുത്തേ. ഞാൻ എടുത്തിട്ട് മാറ്റി അവിടെ ഒളിപ്പിച്ചു വെച്ച്. പിന്നെ അവിടെ നിന്ന് ആരെടുത്തേ? കേശവനായിരിക്കും. മര്യാദക്ക് പറഞ്ഞു. കേശവേ, ആ ചൂരെടുത്തോണ്ട് വേടാ. കുറെ നാളെ മനസ്സറിഞ്ഞ കൊടുത്തിട്ട് മര്യാദക്ക് സത്യം പറ. എവിടെ സാധനങ്ങൾ? വേണ്ട ചേച്ചി, ഞാൻ പറയാം. ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എടുത്തോണ്ട് വാ പോയി. എടുത്തിട്ട് വരാം. നിങ്ങളൊക്കെ കക്ക നിക്കണെന്തിനാ? ചോദിച്ചാൽ എടുത്ത് തരുമല്ലോ. ചോദിച്ചിട്ട് തന്നില്ലല്ലോ, അതുകൊണ്ടല്ലേ കട്ടെ. ഒരു 5-6 സാധനങ്ങളെ പുറകെ നടക്കണായിരുന്നു. അയ്യോട്ടാ. ചേച്ചി എന്നാ ഒരെണ്ണം എങ്ങാനും മിസ്സായി. കിട്ടിയില്ലേ കല്ലു? പിടി. എന്തോ ഇത്? ഞാൻ കല്ലെടുത്തിട്ട്. ശിവാനി, മര്യാദക്ക് സത്യം പറഞ്ഞ കളിപ്പിക്കാനും വല്ല ഉദ്ദേശമാണെങ്കിലും മോളെ സത്യമായിട്ട് ചേച്ചി പാറേ എവിടെ കൊണ്ടുവച്ചത്? ഞാനൊന്നും കൊണ്ടുവച്ചില്ല. കേശു, നിനക്ക് മാത്രമായിട്ടുള്ള ഞാൻ ഈ സ്ഥലം അടിച്ചു മാറ്റിയ കാര്യം സത്യം പറഞ്ഞ അവിടെ കൊണ്ടുവച്ചത് എടുത്ത് താടാ പ്ലീസ്. ഓഹോ, അപ്പൊ നിനക്ക് അറിയായിരുന്നല്ലേ? ഓ തന്നെ, ഞാൻ ഇതെല്ലാം കൊണ്ട് അച്ചാറിട്ട് തിന്നാൻ വെച്ചേക്കണേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കെ എല്ലാത്തിനെടുത്തും. ഇനി ഇതുമല്ല എന്റെ നിലക്കിട്ട ഇതെടുത്ത് മണ്ടടിച്ചാൽ കീറിക്കളെ കേട്ടല്ലോ. എല്ലാത്തിന്റെ കൂടെ മറ്റാണ് മറിച്ചാണ് അത് ഇത്. അമ്മ മാറിക്കേ. എന്റെ മേക്കപ്പ് സാധനങ്ങൾ തൊട്ട് പോരുത്. തൊട്ടാ കൈ ഞാൻ വെട്ടും. ധാരാ പറയുന്നറിയാലോ. ചോനറത്തല ഭവാനി. அம்மா இதெல்லாம் உங்களுக்கு எங்க இருந்து கிடைச்சது? അതൊക്കെ എനിക്ക് ഒരിടത്തുനിന്ന് കിട്ടി. ഒറ്റ ഒരെണ്ണം ഞാൻ തിരിച്ചു തരത്തില്ല. കള്ളന് കഞ്ഞി വെച്ചാണെന്ന് കേട്ടിട്ടേ ഉള്ളു. ഇപ്പൊ കണ്ട്.